ഒരു ആനിമേഷൻ പടം എടുക്കുന്നൊക്കെ കേട്ടു, അതെന്തായിരുന്നു? അത് ബോച്ചെ ആൻഡ് മറഡോണ ദ റിയൽ സൂപ്പർ ഹീറോസ്. നമ്മളെ സൂപ്പർ ഹീറോ ആക്കിയോ? ഞാനാക്കിയതല്ല, ഇതൊക്കെ ഫാൻസ് വരുന്ന ഐഡിയകളാണ്. അങ്ങനെ അത് നല്ലൊരു സ്റ്റോറി ഉണ്ട് എന്റെ ഐഡിയ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാനങ്ങ് എടുത്തു. അല്ല, ഐഡിയ വന്നപ്പോ തോന്നി തെറ്റില്ലാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ. പിന്നെ ഇത് വന്നപ്പോ ഒരു ഡയറക്ടർ പറഞ്ഞു നമുക്കത് പറ്റുമെന്ന് പറഞ്ഞു. ലക്കാണെങ്കിൽ ചിലപ്പോ അങ്ങ് ക്ലിക്ക് ആയാലോ എന്ന് പറഞ്ഞു. ശരി, എന്നാ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ മാത്രമല്ല, എനിക്കൊരു കഥ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കഥ എന്ന് പറഞ്ഞാൽ ഇതൊരു റിയാലിറ്റിയാണ്. കോവിഡിന് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണത്. കുറച്ച് പറയട്ടെ. കോവിഡ് വരാൻ കാരണം എന്താ? ചൈനയിൽ വൈറസ് ഉണ്ടായി. ഉണ്ടാവാൻ കാരണം എന്താ? വൈറസ് ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാരണമൊക്കെ വേണം. ഉണ്ടാവാലോ ചിലപ്പോ. എന്റെ കാഴ്ചപ്പാടില് ഈ വൈറസ് ഒരു രാജ്യം ഉണ്ടാക്കിയെടുത്തതാണ്. അത് പരീക്ഷിച്ചിട്ട് ഇതിന്റെ ശക്തി എത്രയുണ്ട് എന്നറിയാനാണ്. അവരുടെ ശരിയായ ലക്ഷ്യം ഇതല്ല. അവരിപ്പോൾ വേറെ ഇതിലും എത്രയോ 1000 മടങ്ങ് ശക്തിയുള്ള വൈറസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യം അവരുടെ ലാബിൽ. അതിന്റെ ലക്ഷ്യം ഈ ലോകത്തെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ആ രാജ്യക്കാര് ഒരുപാട് പേര് സ്പേസിൽ പോയി ഇടം പിടിക്കും. അവരിപ്പോ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഇപ്പൊ ലീഡിങ്. അപ്പൊ അവിടെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജീവിക്കാവുന്ന സെറ്റപ്പിലേക്ക് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ പോവുകയും അവിടെ നിന്ന് ഈ സാധനം തുറന്നു വിടുകയും അങ്ങനെ എല്ലാ മനുഷ്യരാശിയും തീരും. അങ്ങനെ അവർ തിരിച്ചു വന്ന് അവരുടെ തലമുറകൾ ഇവിടെ വന്നിട്ട് അവർ മാത്രമാകാവുന്ന ഒരു പദ്ധതിയാണിത്. ഇത് കുറെ റിയാലിറ്റി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ആ രാജ്യത്തെക്കുറിച്ച് പഠിച്ചാൽ അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. അവർ മാത്രമായിരിക്കണം ലോകത്തിലെ നമ്പർ 1 എന്നാണ് ആഗ്രഹം. പല കാര്യങ്ങളും അവരാണ് ഇപ്പോൾ. അവരാഗ്രഹിച്ചതൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ അവർ ആ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നതുകൊണ്ട് തന്നെ അതിനെതിരെ ഈ ലോകത്തെ രക്ഷിക്കാൻ രക്ഷകനായിട്ട് ഞാനും മറഡോണയും അവതരിക്കുകയാണ്. അതാണ്. അപ്പൊ കുറെ ഇന്ത്യയും ആ രാജ്യത്തുമായിട്ടുള്ള ഓപ്പറേഷൻസും ബാക്കിയൊക്കെ സ്പേസിലാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു റഫ് ഐഡിയ. കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? ഇല്ല, ഒരു ഓവറായിട്ട് തോന്നുന്നില്ല. ഈ കോവിഡ് വന്നത് ഓവറായിട്ട് തോന്നുന്നുണ്ടോ? കോവിഡ് വന്നില്ലേ, ചിലര് പറയുന്നു ചില രാജ്യം അത് പുറത്തു വിട്ടതാണ്, ചിലത് തന്നെ ഉണ്ടായതാന്ന് പറയുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു രാജ്യം ഡെവലപ്പ് ചെയ്തതാണ്. അങ്ങനെ അതിലും വലുത് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കറിയില്ല വിശ്വാസം ഉണ്ടോ എന്താണുള്ളത്. ബൈബിൾ, ഖുറാൻ ഇതിലൊക്കെ പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന ഒരു സാധനം ആദ്യം ലോകം അവസാനിച്ചു, വെള്ളപ്പൊക്കത്തിൽ അവസാനിപ്പിച്ചു. അപ്പോൾ കുറച്ചു പേര് കോഴിയും അതും ഇതൊക്കെ ആയിട്ട് പേടകത്തിൽ കയറി രക്ഷപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അങ്ങനെ പേടകമാണ്. പേടകം അവിടെ ഉണ്ട് ബൈബിളിൽ. ഇതും പേടകമാണ്.